It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. ഇത് ലോസ്റ്റ് സീരീസിന്റെ ഫസ്റ്റ് സീസണിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ കാണാത്തവര് ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്നോളൂ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. ഫസ്റ്റ് എപ്പിസോഡിൽ സെയ്ദും ഡാനിയലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡാനിയല സെയ്ദിനെ ഇപ്പൊ അഴിച്ചു വിടുകയാണ്. നിങ്ങൾ ആ ഒരു സിഗ്നലില് എന്തോ ഒന്ന് വന്നിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് എന്തായിരുന്നു എന്ന് സെയ്ദ് ഇപ്പൊ ചോദിക്കുകയാണ്. ഡാനിയലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഐലൻഡിൽ നടക്കുന്നുണ്ട്. ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിൽ വിസ്പേഴ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും എന്നിങ്ങനെ ഡാനിയല പറയാണ്. എന്നാലും നമ്മുടെ സെയ്ദ് ഈ ഒരു കാര്യമൊന്നും വിശ്വസിക്കുന്നില്ല. 16 വർഷമായിട്ട് ഒറ്റയ്ക്ക് ഈ ഒരു ഐലൻഡിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സെയ്ദ് ഇപ്പൊ അവിടുന്ന് പോവാണ്. പക്ഷേ സെയ്ദ് പോകുന്ന വഴിക്ക് കാടിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഡാനിയല പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ സെയ്ദ് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാനിയല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവള് വെറുതെ പറഞ്ഞതല്ലാന്ന് സെയ്ദിന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബീച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജാക്കും ബാക്കിയുള്ള ടീംസിനെയും കാണിക്കുകയാണ്. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ട് അവരുടെ മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട് അവർ ഗോൾഫും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടല്ലോ, അവളുടെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. അവളുടെ പേര് ക്ലെയർ എന്നാണ്. ക്ലെയർ അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയാണ്. പക്ഷെ ഇത് കേട്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോ ക്ലെയറിന്റെ ബോയ് ഫ്രണ്ട് അവളെ വിട്ട് പിരിഞ്ഞു പോവുകയാണ്. ക്ലെയറിനാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ലോസ് ഏഞ്ചലസിൽ ഉണ്ടായിരുന്ന ഒരു കപ്പിള് അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന ആ ഒരു കുട്ടീനെ ദത്തെടുത്തോളാന്ന് പറയാണ്. ഈ ഒരു കപ്പിൾസിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ക്ലെയർ ഓസ്ട്രേലിയയിൽ നിന്നും ലോസ് ഏഞ്ചലസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് അവളും ഇവിടെ പെട്ടുപോയത്. ഇപ്പൊ പ്രസന്റ് ടൈം കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള പല ഇല്യൂഷൻസും അവൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആരോ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നുകയാണ്. ഇപ്പൊ ജാക്കിന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പോയി പറയുന്നുണ്ട്. പക്ഷെ ജാക്ക് പറയാണ് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് തന്നെ പറയാണ്. ചാർലി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ചിലപ്പോൾ ഇനി അവള് പറഞ്ഞത് ശരിയാണെങ്കിലോ. ആ ഒരു ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ഇവർ എടുക്കുകയാണ്. അവള് പറഞ്ഞിട്ടുള്ളതുപോലെ ആരെങ്കിലും ഈ ഒരു ടീമിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് കാടിന്റെ ഉള്ളിൽ നിന്നും സെയ്ദ് പുറത്തേക്ക് വരുന്നത്. അവനിപ്പോ നേരെ ജാക്കിന്റെയും കെയ്റ്റിന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ സെയ്ദ് അവരോട് പറയാണ്, ആ ഒരു സിഗ്നൽ അയച്ചിട്ടുള്ള ലേഡീനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഐലൻഡിൽ നമ്മളെ കൂടാതെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം കൂടി ഉണ്ട് എന്നുള്ളത്. ഈ ഒരു സമയത്താണ് ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവനാണ് ഈ ഒരു പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ഐലൻഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേര് തമ്മിൽ ഒത്തു നോക്കിയിട്ട് ഇവരുടെ കൂടെ ആരൊക്കെയാണ് ഇപ്പൊ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവൻ ഓടി വന്നിട്ട് ജാക്കിനോട് പറയാണ്, ഈതൻ എന്ന് പേരുള്ള ഒരാള് നമ്മളുടെ കൂടെ ഇവിടെയുണ്ട്. പക്ഷെ ഈ ഫ്ലൈറ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാള് ഈ ഒരു ഫ്ലൈറ്റിൽ കയറിയതായിട്ട് ഈ ലിസ്റ്റിൽ കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഐലൻഡിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു ചാർലിയും അതുപോലെ തന്നെ ക്ലെയറും ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഈതൻ വരുന്നുണ്ട്. അവൻ അവിടെ നിന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഒരുമാതിരി രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈതൻ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളായിരുന്നു. ഇവനിപ്പോ ക്ലെയറിനെയും അതുപോലെ തന്നെ ചാർലിനെയും അവിടുന്ന് തട്ടിക്കൊണ്ട് പോവാണ്. ഇപ്പൊ ജാക്കൻ ടീം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവാണ്. ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ട്. അവര് നമ്മുടെ ടീമിലുള്ള ചാർലിനെയും ക്ലാരനെയും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അവരെ നമുക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐലൻഡ് മുഴുവനും ഇവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് 2-3 ടീമായിട്ട് പിരിഞ്ഞിട്ട് ഈ ഒരു ഐലൻഡിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നുണ്ട്. കെയ്റ്റും ജാക്കും കൂടിയിട്ട് ഒരു ഭാഗത്തേക്കും അതുപോലെ തന്നെ ജോണും എബിയും കൂടിയിട്ട് വേറൊരു ഭാഗത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ഇവര് പോയിട്ട് ഒരു ഘട്ടത്തില് ജാക്കിന് ഈതനെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവര് തമ്മിൽ ഫൈറ്റ് ആവാണ്. ആ ഒരു ഫൈറ്റില് ഈതൻ ജാക്കിനെ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, ഇനി നീ എന്റെ പുറകെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ചാർലിനെ കൊന്നു കളയുന്നെന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടുന്ന് പോവാണ്. എന്നാലും ജാക്കും കെയ്റ്റും ആ ഒരു തെരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇവര് വീണ്ടും ചാർലിനെയും ക്ലെയറിനെയും തെരഞ്ഞിട്ട് ആ ഒരു കാട്ടിക്കൂടി ഇങ്ങനെ നടക്കാണ്. എന്നാൽ കാടിന്റെ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോ ചാർലിനെ ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നതായിട്ട് നമ്മുടെ ജാക്ക് കാണാണ്. അവൻ വേഗം ചാർലിനെ അയച്ച് നിലത്ത് കിടത്തുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ CPR ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് നോക്കിയിട്ടും ചാർലിക്ക് ബോധം തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ട് കെയ്റ്റ് നല്ല രീതിയിൽ വിഷമിക്കുകയാണ്. അവള് മാറി നിന്ന് കരയുന്നൊക്കെയുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തും ജാക്ക് CPR ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോ ചാർലിക്ക് ബോധം വരുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും അവന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജോണിനെയും എബിനെയും കാണിക്കുകയാണ്. അവർ ആ ഒരു കാട്ടിക്കൂടെ ഇങ്ങനെ തെരഞ്ഞു
നടക്കുകയാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു കാട്ടിന്റെ ഉള്ളില് നിലത്തായിട്ട് എന്തോ ഒരു മെറ്റല് നിലത്തിങ്ങനെ കുഴിച്ചിട്ട രീതിയിൽ കിടക്കുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് അവരും എല്ലാം അവിടുന്ന് കുഴിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ കെയ്റ്റും സോയറും കൂടിയിട്ട് ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ അവരൊരു വലിയ ലേക്ക് കാണാണ്. അവരാണെന്നുണ്ടെങ്കിൽ അതിലിറങ്ങി കുളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ അടിയിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് ഫ്ലൈറ്റിന്റെ ചെറിയൊരു ഭാഗം ഈ ഒരു വെള്ളത്തിന്റെ ഉള്ളിലാണ് വന്ന് വീണിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടാളുകൾ മരിച്ചു കിടക്കുന്നത് കാണാണ്. ഈ ഒരു ഡെഡ് ബോഡി ഇരിക്കുന്നതിന്റെ തൊട്ടടിയിലായിട്ട് ഒരു സൂട്ട് കേസ് കാണുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ കേറ്റ് അതൊന്ന് എടുത്തു തരുമെന്ന് സോയറിനോട് ചോദിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് മുങ്ങിയിട്ട് ഇപ്പൊ ആ ഒരു സൂട്ട് കേസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ സോയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കേറ്റ് അതിന്റെ ഉള്ളിൽ എന്താന്നൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഓഹോ അങ്ങനെയാണോ, ഇതിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് പറയുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സൂട്ട് കേസ് നിനക്ക് തരുള്ളൂ എന്ന് സോയർ പറഞ്ഞിട്ട് ആ ഒരു സൂട്ട് കേസ് അവന്റെ കയ്യിൽ തന്നെ വെക്കുകയാണ്. ഇപ്പൊ നമ്മൾ ജോണിനെ എബീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കാടിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു കാര്യമൊന്നും ഗ്രൂപ്പിലുള്ള ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. അവര് അവിടെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ ജാക്കിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു സൂട്ട് കേസിനെ പറ്റിയിട്ടൊക്കെ പറയാണ്. എന്നിട്ട് ആ ഒരു സൂട്ട് കേസ് സോയറിന്റെ അടുത്ത് എനിക്ക് വാങ്ങി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ സോയറിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു സൂട്ട് കേസ് വാങ്ങിയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സൂട്ട് കേസ് തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്ലെയിനിന്റെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ജാക്ക് ചോദിക്കുകയാണ്, ഈ ഒരു മിനിയേച്ചറിന് വേണ്ടിയിട്ടാണോ നീ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കേറ്റ് പറയാണ്, ഇത് സാധാരണ ഒരു മിനിയേച്ചർ അല്ല, ഇത് എന്റെ ലവറിന്റെ ആയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തില് എനിക്ക് അവനെ കൊല്ലണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് കേറ്റ് ഇപ്പൊ കരയാണ്. ഇപ്പൊ ചാർലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ക്ലെയറിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ട് ചാർലിനെ സമാധാനപ്പെടുത്തുകയാണ്. ഇപ്പൊ എബിയുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. എബിയും എമയാണെന്നുണ്ടെങ്കിൽ ഇവര് സിസ്റ്റേഴ്സ് ആണെന്നല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവര് സ്റ്റെപ്പ് സിസ്റ്ററും ബ്രദറും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ഒരു പ്രണയം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സമയത്താണ് ഫ്ലൈറ്റ് ക്രാഷ് ആയിട്ട് ഇവരും ഇവിടെ പെട്ടുപോയിട്ടുള്ളത്. ഇപ്പോ പ്രസന്റ് ടൈമില് സെയ്ദ് ആണെന്നുണ്ടെങ്കിൽ കാടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഫ്രഞ്ചിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെയ്ദ് ഇപ്പോൾ ഈ ഒരു ലെറ്റേഴ്സുമായിട്ട് നമ്മുടെ എമേനെ കാണാനായിട്ട് വന്നേക്കാണ്. ഈ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എമയും സെയ്ദും ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ എബിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഇപ്പൊ ജോണും എബിയും കൂടിയിട്ട് ഇവര് ആ ഒരു മെറ്റൽ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് എന്തോ ഒരു ചേംബർ പോലെയുണ്ട്. അതിന്റെ ഡോറാണ് ഇവർ കണ്ടിട്ടുള്ള ഈ ഒരു മെറ്റൽ. ഇപ്പൊ അത് തുറക്കാനായിട്ട് ഇവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ സെയ്ദിനെ എമേനെ പറ്റിയിട്ട് എബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ ജോണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവനൊരു കല്ലെടുത്തിട്ട് എബിയുടെ തലയ്ക്ക് നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അവൻ ബോധം കെട്ട് അവിടെ വീണ ആ ഒരു സമയത്ത് ഇവന്റെ തലയുടെ ബാക്കിലായിട്ട് ജോണ് എന്തോ ഒരു മരുന്ന് തേക്കുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു മരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് യമ ഉറക്ക നിലവിളിക്കുന്നത് പോലെ എബിക്ക് ഇങ്ങനെ കേൾക്കാണ്. അതുകൊണ്ട് തന്നെ എബി ഇപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കെട്ട കഴിച്ചിട്ട് അവന് പോയി ഈ ഒരു ശബ്ദം കേട്ടിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഓടുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ യമേനെ അവിടെ ആരോ കെട്ടിയിട്ടേക്കായിരുന്നു. എബി ഇപ്പൊ വേഗം അവളുടെ കെട്ട അഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തൊട്ട് പുറകിലായിട്ട് ആ ഒരു മോൺസ്റ്ററും വന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഓടിയിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മോൺസ്റ്റർ വന്നിട്ട് യമേനെ കൊല്ലുകയാണ്. എബി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രിയായ സമയത്ത് എബി ഇതിനെല്ലാം കാരണം ജോൺ ആണെന്ന് പറഞ്ഞിട്ട് എബി ഇപ്പൊ ജോണിനെ കൊല്ലാനായിട്ട് ഒരു കത്തിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ജോൺ ആണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, എടാ നിന്റെ തലയിൽ ഞാനൊരു മരുന്ന് തേച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് ആണത്, അതല്ലാതെ എമയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കിയേ, എമ എവിടെ ഇരിക്കുന്നത് നീ കാണുന്നില്ല എന്ന് പറയാണ്. അവൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ നടന്ന കാര്യങ്ങൾ മുഴുവനും ഇവന്റെ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് ആയിരുന്നു. എബി ഇപ്പൊ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വെറും ഇല്യൂഷൻസ് ആയിരുന്നു. അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ എബിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജോൺ പറയാണ്, ഇപ്പൊ നിന്റെ മനസ്സ് കുറച്ച് റിലാക്സ് ആയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, നമുക്ക് പോയിട്ട് ആ ഒരു ചേംബർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പോ എബിനെ കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വേട്ടയാടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാന്ന് പറഞ്ഞിട്ട് കെയ്റ്റും നമ്മുടെ ജിന്നിന്റെ വൈഫായിട്ടുള്ള ആ ഒരു കൊറിയൻ ലേഡിയും കൂട്ടിയിട്ട് ഇപ്പൊ അവിടെ കൃഷി ചെയ്യാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങളായിട്ട് കെയ്റ്റ് ഇപ്പൊ ജിന്നിന്റെ വൈഫിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയ്റ്റ് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ജിന്നിന്റെ വൈഫ് റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കെയ്റ്റിന് അവൾക്ക് ഇംഗ്ലീഷ് അറിയാന്നുള്ള കാര്യം മനസ്സിലാവാണ്. ഈ ഒരു കാര്യം കെയ്റ്റ് അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൾ പറയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാന്നുള്ള കാര്യം നീ പുറത്താരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്കിളിനും കെയ്റ്റിനും മാത്രമേ ഇവൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളൊരു കാര്യം അറിയുള്ളൂ. ഇപ്പൊ മൈക്കിളിന്റെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. മൈക്കിളിന്റെ വൈഫ് ആണെന്നുണ്ടെങ്കിൽ വോൾട്ട് ഉണ്ടായ ആ ഒരു സമയത്ത് മൈക്കിളിന്റെ അടുത്തും അവനെ പിരിച്ചിട്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് വേറെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൈക്കിളാണെന്നുണ്ടെങ്കിൽ വോൾട്ടിനെ കാണാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തും കത്തെഴുതിയൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവന്റെ വൈഫ് അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം മൈക്കിളിന്റെ വൈഫ് മരിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഇപ്പത്തെ ഹസ്ബൻഡ് വോൾട്ടിനെ മൈക്കിളിനെ ഏൽപ്പിക്കാനായിട്ട് തയ്യാറാവാണ്. അങ്ങനെ വോൾട്ടിനെ കൂട്ടാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായതും ഇവൻ ഇവിടെ വന്ന് പെട്ടുപോയിട്ടുള്ളതും. മൈക്കിളിനാണെന്നുണ്ടെങ്കിൽ ഇവന്റെ മോനായിട്ടുള്ള വോൾട്ടിനെ ഒരുപാട് ഇഷ്ടമാണ്. മൈക്കിളിന്റെ മോന് ഈ ഒരു കാര്യമൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ
കൂടുതൽ നിങ്ങൾ എന്നെ കാണാനൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിലാണ് വോൾട്ട് ഇപ്പോഴും ഉള്ളത്. വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോണിന്റെ അടുത്തേക്ക് നേരെ പോവാണ്. എന്നിട്ട് അവനോട് എനിക്ക് വേട്ടയാടാനൊക്കെ പഠിപ്പിച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മൈക്കിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് വേട്ടയാടാനൊന്നും പോണ്ട, അതിനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവന്റെ ഡോഗിനെ കൂട്ടിയിട്ട് ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. പക്ഷെ ഒരുപാട് ദൂരം ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ഹിമക്കരടി ഇവനെ വന്നിട്ട് ആക്രമിക്കുകയാണ്. ഈ ഒരു സമയത്തേക്കും ജാക്കും മൈക്കിളും കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുണ്ടാക്കിയ സൗണ്ട് കേട്ടിട്ട് ഈ ഒരു ഹിമക്കരടി അവിടുന്ന് ഓടി പോവാണ്. അങ്ങനെ ഒരു വിധത്തില് മൈക്കിളിനെ രക്ഷിച്ചിട്ട് ഇവര് വീണ്ടും ബീച്ചിന്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ വോൾട്ടിന്റെ ഡോഗിനെ ഇപ്പൊ വീണ്ടും കാണാതെ ആയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം മൈക്കിൾ തിരിച്ച് അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഞാൻ നിനക്ക് ഒരുപാട് ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുമാത്രമല്ല ഫോണിൽ നിന്നെ വിളിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നിന്റെ അമ്മ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ കാണാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കണ്ടില്ല ഈ ഒരു കത്തുകൾ മുഴുവനും ഞാൻ നിനക്കായിട്ട് എഴുതിയ കത്തുകളാണ്, പക്ഷെ നിന്റെ അമ്മ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് വോൾട്ടിനും അവന്റെ അച്ഛൻ അവനെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പൊ വോൾട്ടിന്റെ ഡോഗിനെ തെരഞ്ഞിട്ട് നമ്മുടെ ജോണും എബിയും കൂടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവര് ഈ ഒരു ഡോഗിനെ വിളിച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. ഇപ്പൊ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കാടിന്റെ ഉള്ളിൽ നിന്നും ഇലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു ഡോഗ് അവിടെ ഉണ്ടാവും വിചാരിച്ചിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷേ അവിടെ ഡോഗ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കാണാതെ പോയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു ലേഡിയില്ലേ ക്ലെയർ, അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ജോണും എബിയും കൂടിയിട്ട് അവളെയും കൂട്ടിയിട്ട് ബീച്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നേക്കാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് ഇവളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ നിനക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. പക്ഷേ അവൾക്ക് ഒരു കാര്യം ഇപ്പൊ ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾക്ക് ആകെ ഓർമ്മയുള്ളത് ഇവള് ഫ്ലൈറ്റിൽ വന്ന കാര്യം മാത്രമാണ്. ഇവൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ചാർലിയുടെ അടുത്ത് ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോ അവനെയും അവൾക്ക് ഓർമ്മയില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ചാർലിക്കും ഒരുപാട് സങ്കടമാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ചാർലി ജിന്നും കൂടിയിട്ട് ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇവർ കുറച്ചു ദൂരം നടന്ന് ഉള്ളിലേക്ക് പോയ ആ ഒരു സമയത്ത് പെട്ടെന്ന് ജിന്നിനെ ആരോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവനിപ്പോ ബോധം കിട്ടി നിലത്തേക്ക് വീഴാണ്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ചാർലി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് കാടിന്റെ ഉള്ളിൽ നിന്നും അതേസ് എന്ന ഗ്യാങ്ങിൽ പെട്ടിട്ടുള്ള ഈതൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനിപ്പോ അവിടെ വന്നിട്ട് ചാർലിനോട് പറയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ക്ലെയറിനെ വേണം, അവളെ നീ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയായിട്ട് ഞാൻ കൊന്നു തള്ളും എന്നിങ്ങനെ അവൻ പറയാണ്. ചാർലി ഇപ്പൊ നേരെ വന്നിട്ട് ജാക്കിനോടും ജോണിനോടും ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈതനെ പിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ ഈതൻ കൊന്നിട്ടുണ്ടായിരുന്നു. ഇനി വേറെ ആരെങ്കിലും മരിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവരെല്ലാരും കൂടി തീരുമാനിക്കുകയാണ്. അന്ന് ഇവർക്ക് ആ ഒരു ലേക്ക് നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ബോക്സ് അല്ലേ, ആ സൂട്ട് കേസിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അതിലുണ്ടായിരുന്നത് ആ ഒരു സൂട്ട് കേസിന്റെ ഉള്ളിൽ 2 ഗണ്ണും ഉണ്ടായിരുന്നു. ആ 2 ഗണ്ണ് ഇപ്പൊ യൂസ് ചെയ്യാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ക്ലെയറിനെ ഈതന്റെ അടുത്തേക്ക് ചാർലി കൊണ്ടുപോകും. ആ ഒരു സമയത്ത് ഇവർ കാടിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നിട്ട് ഈതനെയും ടീമിനെയും പിടിക്കാന്നൊക്കെ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യാണ്. ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ഇവർ മുന്നോട്ടേക്ക് പോവാണ്. അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇവർ വെച്ചിട്ടുള്ള ആ ഒരു ട്രാപ്പിലേക്ക് കൃത്യമായിട്ട് ഈതൻ വന്ന് പെടുന്നുണ്ട്. അവനെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ചാർലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോ ഈതനെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതേസ് ഗ്യാങ്ങിനെ പറ്റിയിട്ടും ഈ ഒരു ഐലൻഡിൽ നടക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും കൂടുതലായിട്ട് ഈതനോട് ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചാർലി ഇങ്ങനെ എടുത്തു ചാടിയ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും ചാർലിനോട് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ഒരു വിധത്തില് ഇവരുടെ നേരെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ അപകടം അവർ സോൾവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രി എല്ലാവരും വളരെ സമാധാനമായിട്ട് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. സോയർ അവന്റെ ടെന്റിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഒരുപാട് രാത്രിയായ സമയത്ത് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പന്നി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ ടെന്റുകളൊക്കെ ഇങ്ങനെ കുത്തി മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. സോയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ഈ ഒരു കരടീന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. സോയർ എങ്ങനെയാണ് ഈ ഒരു ഫ്ലൈറ്റിൽ കയറിയതെന്നും അവൻ എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടതെന്നൊക്കെ ഇപ്പൊ കാണിക്കുകയാണ്. ഇവന്റെ ചെറുപ്പത്തില് ഇവന്റെ അമ്മ മരിക്കാൻ കാരണമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആ ഒരു സോയർ അയാള് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്നുള്ളത് ഇവന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് സോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. പക്ഷെ പിന്നീടാണ് അവന് മനസ്സിലാവുന്നത് ഇവന്റെ അമ്മ മരിക്കാൻ കാരണമായിട്ടുള്ള സോയർ ഇയാളല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ഇപ്പൊ ഒരുപാട് കുറ്റബോധം വരികയാണ്. ആ ഒരു കുറ്റബോധത്തോടെ ഇവൻ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പന്നികളുടെ ആക്രമണം ഇവരുടെ ടെന്റിൽ പതിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പന്നികളെ മുഴുവനും ഇവർ വേട്ടയാടാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പൊ കെയ്റ്റും സോയറും കൂടിയിട്ട് ആ ഒരു പന്നികളെ വേട്ടയാടാനായിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവനൊരു പന്നീനെ കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു പന്നിയുടെ നേരെ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുള്ള പന്നി ഇത് തന്നെയാണെന്നുള്ളത് സോയറിന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ അതിനെ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവൻ നിരപരാധിയായിട്ടുള്ള ഒരാളെ കൊന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അവനിപ്പോ അതിനെ ഷൂട്ട് ചെയ്തിരുന്നിട്ടുള്ളത്. ജിന്നിന്റെ വൈഫാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ബിക്കിനൊക്കെ ഇട്ടിട്ട് ആ ഒരു ബീച്ചിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. അവളെ നമുക്ക് സണ്ണെന്ന് വിളിക്കാം. ഇത് കണ്ടിട്ട് ജിന്നിന് ദേഷ്യം വരുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിലെ നടക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാണ്. ഈ ഒരു സമയത്ത് ജിന്നാണെന്നുണ്ടെങ്കിൽ സണ്ണിനെ അടിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ വഴക്കൂടുന്ന് കണ്ടു കഴിഞ്ഞപ്പോ മൈക്കിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ജിന്നിനെ പിടിച്ചു മാറ്റുന്നൊക്കെയുണ്ട്. എന്നാൽ സണ്ണിപ്പോ മൈക്കിളിനെ ഉന്തി മാറ്റിയിട്ട് ജിന്നിനെയും കൂട്ടിയിട്ട് ആ
ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇത്ര നാളായിട്ടും ഇവരെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് ഒരു കപ്പൽ പോലും വരാത്തോണ്ട് തന്നെ ഇവരിപ്പോ സ്വന്തമായിട്ട് തന്നെ വലിയൊരു ചെങ്കാട് ഉണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലൈറ്റിന്റെ അവശിഷ്ടങ്ങളും കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു വലിയൊരു ചെങ്കാട് ഉണ്ടാക്കുകയാണ്. ഈ ഒരു ചെങ്കാടത്തിന്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചെങ്കാടത്തിന് ആരോ തീയിടാണ്. ഇപ്പൊ ആ ഒരു ചെങ്കാടം മുഴുവനായിട്ടും കത്തി നശിച്ചു പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കൊറിയൻ കപ്പിൾസിലുള്ള ജിന്നിനെയാണ് ഇവർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ മൈക്കിൾ ആണെങ്കിൽ ഒരുപാട് ദേഷ്യം വന്നിട്ട് ജിന്നിനെ എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മൈക്കിളിന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും ഉറപ്പാണ് ജിന്ന് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരും എതിർക്കാനായിട്ടൊന്നും വരുന്നില്ല. അവരിങ്ങനെ ചുറ്റും കൂടി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് സൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജിന്നിന്റെ മുന്നിൽ വെച്ചിട്ട് അവൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൾ കൊറിയനിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മൈക്കിളാണെന്നുണ്ടെങ്കിൽ ജിന്നിനെ പെടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിന്നിന് ഒരുപാട് ഇടി കിട്ടി. അവന്റെ മൂക്കിൽ നിന്ന് വയന്നൊക്കെ ചോര വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സണ്ണിപ്പോ ഇംഗ്ലീഷിൽ തന്നെ മൈക്കിളിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവനും അവൻ എന്റെ കൂടെയാണ് ഉണ്ടായിരുന്നതെന്നൊക്കെ സണ്ണിപ്പോ ഇംഗ്ലീഷിൽ വിളിച്ച് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഷോക്കാവാണ്. ഏറ്റവും കൂടുതൽ ഷോക്കായത് അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജിന്ന് തന്നെയായിരുന്നു. ജിന്നൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോ ജിന്നിനെ വിടുകയാണ്. എന്നാൽ ഇവൾക്ക് ഇംഗ്ലീഷ് അറിയാന്നുള്ളൊരു കാര്യം ജിന്നിനോട് പറയാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ സണ്ണിനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോവാണ്. അവൻ നേരെ ചെന്നത് മൈക്കിളിന്റെ അടുത്തേക്കായിരുന്നു. ഇപ്പോ കുറച്ച് മരമൊക്കെ വെട്ടിയിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ബോട്ടിന്റെ പണി തുടങ്ങാന്ന് പറയുന്നുണ്ട് മൈക്കിളിനോട്. ജിന്ന് അവിടെ വന്നിട്ട് മൈക്കിളിനോട് കൊറിയനിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മൈക്കിളിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഇവൻ പറയുന്നതിന്റെ ഇടയിൽ ബോട്ട് ബോട്ട് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ മൈക്കിളിന് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഇവർ ആ ഒരു ബോട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ ജോണിനെ കാണിക്കുന്നുണ്ട്. അവൻ വോൾട്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് ആ ഒരു ചങ്ങാടം കത്തിച്ച് കളഞ്ഞതെന്ന് ജോൺ ഇപ്പൊ വോൾട്ടിനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് മൈക്കിളിന്റെ മകനായിട്ടുള്ള വോൾട്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചങ്ങാടം കത്തിച്ച് കളഞ്ഞെന്നുള്ളത്. വോൾട്ടിന് ഈ ഒരു ഐലൻഡിൽ ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അവൻ ആ ഒരു ബോട്ട് കത്തിച്ച് കളഞ്ഞെന്ന് ഇപ്പൊ ജോണിനോട് പറയാണ്. ഇപ്പൊ ജാക്കും മൈക്കിളും ജിമ്മൊക്കെ കൂടിയിട്ട് വീണ്ടും ആ ഒരു ബോട്ടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് കടലിനുള്ളിലേക്ക് പോയിട്ട് എന്തെങ്കിലും കപ്പൽ കാണുന്ന സമയത്ത് അവർക്ക് സിഗ്നൽ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. അതിനായിട്ട് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു റേഡിയോ എടുത്തിട്ട് പോകാൻ തന്നെ ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷേ അതിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല. ആ ഒരു ബാറ്ററി ഒപ്പിക്കാനായിട്ട് സെയ്ദിന്റെ അടുത്ത് നിങ്ങളന്ന് കാടിന്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടില്ല ഡാനിയല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സയന്റിസ്റ്റ് അല്ലേ, അവളുടെ കയ്യിൽ ചിലപ്പോൾ ബാറ്ററികൾ ഉണ്ടാവും, നമുക്ക് അവിടെ പോയിട്ട് അവളുടെ അടുത്ത് ബാറ്ററി ഉണ്ടോ നോക്കിയിട്ട് വരാം എന്നൊക്കെ സെയ്ദിന്റെ അടുത്ത് ഇപ്പൊ മൈക്കിളൊക്കെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ മൈക്കിൾ പറയാണ് അവൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഹ്യൂഗോ സെയ്ദ് ഡാനിയലയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒന്ന് രണ്ട് കത്തുകളും അതുപോലെ തന്നെ ഒരു മാപ്പ് ഒക്കെ കാണുന്നത്. അതിലൊരു പേപ്പർ ഹ്യൂഗോ എടുത്ത് നോക്കുന്നുണ്ട്. അതില് 4, 8, 15, 16, 23, 24 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്പർ കണ്ടിട്ട് ഹ്യൂഗോ ആണെന്നുണ്ടെങ്കിൽ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നാട്ടിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഹ്യൂഗോ ഇതേ നമ്പറിലുള്ള ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോട്ടറി അവൻ അടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ഒരുപാട് പണക്കാരനാവാണ്. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഇവന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ മരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ വീടിന് തീ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഹ്യൂഗോ ഇങ്ങനെ നോട്ട് ചെയ്യാണ്. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഹ്യൂഗോ ഇപ്പൊ വിചാരിക്കുന്നത് ആ ഒരു നമ്പർ എന്തോ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറാണ് എന്നൊക്കെ അവനിങ്ങനെ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനിങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരു ലേഡീനെ അവൻ പരിചയപ്പെടുന്നുണ്ട്. അവരുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ പസഫിക് ഓഷനിൽ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാളുടെ റേഡിയോയിലേക്ക് ഒരു സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു സിഗ്നലിൽ ഈ നമ്പറുകൾ ഇങ്ങനെ ലൂപ്പായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ട് ഇതേ നമ്പറിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ലോട്ടറിയിൽ ഇയാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ ഒരു ലേഡീന്റെ കാല് കാണിക്കുകയാണ്. അവരുടെ കാല് നഷ്ടമായത് ഈ ഒരു ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ഒരു അപകടത്തിലാണ്. അതുമാത്രമല്ല ഇവരുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാനസിക നില തെറ്റിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ ഇപ്പൊ ആ ഒരു ലേഡി പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഷോക്കായിട്ട് ഹ്യൂഗോ പറയാണ് ഞാനും അമേരിക്കയിൽ വെച്ചിട്ട് ഇതേ നമ്പറിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണെന്നൊക്കെ ഇപ്പൊ ആ ഒരു ലേഡിയോട് അവനിങ്ങനെ പറയാണ്. പക്ഷെ ലേഡി ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിനക്ക് തോന്നുന്ന കാര്യങ്ങളാണ്, അതൊക്കെ വെറും കോയിൻസിഡൻസ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ലേഡീനെ കണ്ടിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിട്ട് അവനും ഈ ഒരു ഐലൻഡിൽ വന്ന് പെട്ടിട്ടുള്ളത്. 16 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ട്രാപ്പ് ആയിട്ടുള്ള ഒരു ലേഡി ഈ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് ഹ്യൂഗോ ഇപ്പോ ആരോടും പറയാതെ ആ ഒരു ലേഡീനെ തെരഞ്ഞു പോവുകയാണ് കാടിന്റെ ഉള്ളിലേക്ക്. പക്ഷെ ഇവനെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇവന്റെ ടീമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും തന്നെ ഇവനെ അന്വേഷിച്ചിട്ട് ഈ ഒരു കാടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ഹ്യൂഗോനെ ഇപ്പൊ അവരെല്ലാരും കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഞാൻ ആ ഒരു ലേഡീന്റെ അടുത്ത് നിന്ന് ബാറ്ററി വാങ്ങാനായിട്ട് വന്നതാണെന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ഡാനിയയിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. പക്ഷെ ഇവർ പോകുന്നതിന്റെ ഇടയിൽ
അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രിഗറിന്റെ മുകളിൽ കാലമർത്തി പോകുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഭാഗം മുഴുവനും ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും ഇനി മുന്നോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ബീച്ചിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഹ്യൂഗോ മാത്രം ഇപ്പോ ഈ ഒരു ലേഡീനെ തെരഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവൻ ഒരുപാട് ദൂരം ഇപ്പൊ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ആ ഒരു ലേഡീനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുള്ളത്, ഈ ഒരു നമ്പറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താന്നൊക്കെ ഹ്യൂഗോ ഇപ്പൊ ഡാനിയലിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഡാനിയൽ പറയാണ്, ഞാനും എന്റെ ക്രൂ കൂടിയിട്ട് ആ ഒരു കപ്പലിൽ വരുമായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങളുടെ റേഡിയോയില് ഈ നമ്പർ വീണ്ടും വീണ്ടും ഇങ്ങനെ ലൂപ്പായിട്ട് ഞങ്ങളുടെ റേഡിയോയിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു നമ്പർ എഴുതി വെച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ കപ്പലിൽ അപകടം സംഭവിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ഐലൻഡിൽ വന്നിട്ട് പെട്ടുപോയത്. തീർച്ചയായിട്ടും ആ ഒരു നമ്പർ എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറാന്ന് ഇപ്പൊ ഡാനിയൽ പറയാണ്. ഹ്യൂഗോ ഇപ്പോ അവരുടെ അടുത്തുണ്ടായിരുന്ന ബാറ്ററിയും വാങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ ടീമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ബാറ്ററി അവർക്ക് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് ജോണും എബിയും കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടെയ്നറിന്റെ ഭാഗം കാണിക്കുന്നത്. നോക്കുന്ന സമയത്ത് ഈ ഒരു കണ്ടെയ്നറിലും ഇതേ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എബിക്കും ജോണിനും മാത്രമേ ഇങ്ങനെ ഒരു ചേംബർ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ജോണ് എബിനോട് പറയുന്നുണ്ട്, ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഐലൻഡുകളാണ്. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു ഐലൻഡ് നമുക്ക് തരും. അത് നമ്മുടെ കണ്ണിന് മുന്നിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നൊക്കെ ജോൺ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആകാശത്തില് ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്നതായിട്ട് നമ്മുടെ ജോൺ കാണാണ്. ജോൺ എബിക്ക് ആ ഒരു പ്ലെയിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തുനിന്നും ശരീരത്തിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ബ്ലഡ് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവനവിടെ മരിച്ചു വീഴാണ്. ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജോണും ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ജോൺ പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട്. ഇതൊന്നും ശരിക്കും നടന്നിട്ടുള്ള സംഭവമല്ലായിരുന്നു. ജോൺ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഇതെല്ലാം. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ ഈ ഐലൻഡ് എന്തോ ഒരു കാര്യം നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോൺ പിറ്റേ ദിവസം രാവിലെ എബിനെ കൂടിയിട്ട് ആ പ്ലെയിൻ കണ്ട ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ ഇവർ പോയിട്ട് ആ ഒരു ഭാഗത്ത് എത്തുന്നുണ്ട്. ഇപ്പൊ എബി ആണെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ജോണിനോട് പറയാണ്, നിങ്ങൾ എന്തോ സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ശരിക്കും നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോൺ ഇപ്പൊ പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. അയാളുടെ കാലുകൾ രണ്ടും പഴയ രീതിയിലായിട്ട് അയാൾക്ക് എണീക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എബി വന്നിട്ട് ജോണിനോട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജോൺ ഇപ്പോ ശരിക്കുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇതിനു മുന്നേ ഞാൻ വീൽ ചെയറിലായിരുന്നു. ഈ ഒരു ഐലൻഡിൽ വന്നതിന് ശേഷമാണ് എന്റെ കാലൊക്കെ ശരിയായിട്ട് എനിക്ക് നടക്കാനായിട്ട് പറ്റിയത്. ഇത് ഭയങ്കര മിറാക്കിൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഈ ഒരു ഐലൻഡ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യണമെന്ന് ജോൺ ഇപ്പോ എബിനോട് പറയാണ്. ഇപ്പൊ എബി പറയാണ്, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള പോലെ ഇവിടെയൊന്നും ആ ഒരു പ്ലെയിൻ കാണാനില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോൺ ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ മരത്തിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ പ്ലെയിൻ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത് ഇവര് കാണുകയാണ്. ജോണിന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എബി ഇപ്പൊ അവിടേക്ക് വലിഞ്ഞു കയറിയിട്ട് ഈ ഒരു പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കടത്തുന്ന ഒരു വിമാനമായിരുന്നു അത്. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോ അതിന്റെ ഉള്ളിൽ ഒരു റേഡിയോ ഇരിക്കുന്നതായിട്ട് എബി കാണാണ്. അതിപ്പോ എബി ഓണാക്കി നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു പ്ലെയിന് അവിടുന്ന് നിലത്തേക്ക് വീണിട്ട് എബിക്ക് നല്ല രീതിയിലുള്ള അപകടം പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബീച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോയറിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തലവേദന വന്നിട്ടുണ്ട്. ജോണിപ്പോ വന്നിട്ട് അവനെ ചെക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നിന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലവേദന വരുന്നത്. നീ എന്തായാലും ഒരു കണ്ണാടി വെക്കണം എന്ന് പറയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കണ്ണാടികളൊക്കെ വെച്ചിട്ട് ജോൺ സോയറിന് പറ്റുന്ന രീതിയിൽ ഒരു കണ്ണാടി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും ജോണിന് വീണ്ടും നടക്കാൻ പറ്റുന്നുണ്ട്. ജോൺ ഇപ്പൊ എബിനെ എടുത്തിട്ട് ആ ഒരു ബീച്ചിന്റെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. ജാക്കാണെന്നുണ്ടെങ്കിൽ വേഗം അവന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജോണിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും ആ ഒരു ചേംബറുള്ള ഭാഗത്തേക്ക് ഓടി പോയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചേംബറിന്റെ നടുവിലായിട്ട് ചെറിയൊരു കണ്ണാടി പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയല്ലേ ഞാൻ ചെയ്തത്, എന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു ചേംബറിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പൊ ബീച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാടിന്റെ ഉള്ളിൽ ഞാൻ ജോൺ കൂടിയിട്ട് ഒരു ചേംബർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജോൺ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ നിങ്ങളോട് പറയാത്തതെന്ന് എബി ഇപ്പോ ജാക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രഗ്നന്റ് ലേഡി ആയിട്ടുള്ള ക്ലെയറിന് ഇപ്പോ പ്രസവവേദന വന്നിട്ടുണ്ട്. അവള് കുറച്ചു നേരത്തിനുള്ളിൽ പ്രസവിക്കാനായിട്ട് പോവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ജാക്കാണ്. പക്ഷെ അവനിപ്പോ എബിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ടീഷൻ വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേറ്റിനോട് ക്ലെയറിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ജാക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജാക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം നമ്മുടെ ക്ലെയറിന് ഒരു ആൺകുട്ടി ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ എബി മരിച്ചു പോവാണ്. ഇപ്പൊ ജാക്കിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൻ അപകടം പറ്റിയതൊന്നുമല്ല, ജോണാണ് തീർച്ചയായിട്ടും അവനെ കൊന്നിട്ടുണ്ടാവുക. അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ജാക്ക് ഇപ്പോ കാടിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. കേറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് പറയാണ്, എടാ നമ്മുടെ എബിനെ നമുക്ക് അടക്കണ്ടേ, ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി നോക്കാന്ന് പറയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാരും കൂടിയിട്ട് എബിയുടെ ഫ്യൂണറൽ നടത്തുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ജോൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കാടിന്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന റേഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ പ്ലെയിൻ താഴേക്ക് വീണിട്ടാണ് എബിക്ക് അപകടം ഉണ്ടായെന്നൊക്കെ ജോൺ ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യമൊന്നും ജാക്ക് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ നേരെ വന്നിട്ട് ജോണിനെ എടുത്തിട്ട് ഇടിക്കുകയാണ്. ഇപ്പൊ എമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ദേഷ്യം വരുന്നുണ്ട്. അവള് സെയ്ദിനോട് വന്നിട്ട് പറയാണ്, എബിനെ കൊന്നത് തീർച്ചയായിട്ടും ജോൺ ലോക്ക് തന്നെയായിരിക്കും, അയാളെ വെറുതെ വിടാൻ പാടില്ലെന്ന് സെയ്ദിന്റെ അടുത്ത് എമ്മ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെയ്ദാണെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പൊ ജോണിന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഏതോ ഒരു പ്ലെയിൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ, അത് എവിടെയാന്ന്
സെയ്ദ് ജോണിനോട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ജോൺ ആണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് സെയ്ദിനെയും കൂട്ടിയിട്ട് ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബീച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയർ ഉണ്ടായിട്ടുള്ള ആ ഒരു കുട്ടീനെ എടുത്തിട്ട് നമ്മുടെ ചാർലി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ആ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൻ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു കുട്ടീനെ സമാധാനിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് സോയർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആ ഒരു കുട്ടി കരച്ചിൽ നിർത്താണ്. ഇപ്പൊ സോയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു ബുക്കൊക്കെ ഇങ്ങനെ ഉറക്കെ വായിക്കുകയാണ്. ഇവന്റെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ആ ഒരു കുട്ടി ഇപ്പൊ സൈലന്റ് ആയിട്ട് ഭയങ്കര ശാന്തമായി ഉറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജോണ് സെയ്ദിനെ കൂട്ടിയിട്ട് ആ ഒരു പ്ലെയിനിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ജോണ് പറഞ്ഞതുപോലെ തന്നെ പ്ലെയിനും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. എന്നാൽ എബി മരിച്ചു പോകുന്നതിന് തൊട്ട് മുന്നേ അവൻ ജാക്കിന്റെ അടുത്ത് ഒരു കണ്ടെയ്നറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ടെയ്നർ എവിടെയാന്ന് ചോദിക്കുകയാണ്. ജോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിനിന്റെ ഉള്ളിൽ 2 കണ്ടെയ്നറുകളില്ലേ അതിനെ പറ്റിയിട്ടാണ് അവൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തില് സെയ്ദിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ജോൺ പറയാണ്. നിങ്ങളന്ന് ആ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ. സെയ്ദിനെ പുറകിൽ നിന്ന് അടിച്ചിട്ട് അവരുടെ ഡിവൈസ് നശിപ്പിച്ച് കളഞ്ഞത് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡാനിയലാണെന്നാണല്ലോ ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ജോൺ പറയാണ് അന്ന് നിന്നെ അടിച്ചിട്ട് ആ ഒരു ഡിവൈസ് നശിപ്പിച്ച് കളഞ്ഞത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സെയ്ദിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനിപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗൺ എടുത്തിട്ട് ജോണിന്റെ നേരെ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. ജോൺ ഇപ്പൊ പറയാണ് ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ്. അതിന്റെ ഒരു സോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളെല്ലാരും മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് സെയ്ദിനെ മനസ്സിലാക്കുന്നുണ്ട്. സെയ്ദിനും ഇങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സെയ്ദ് അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ എമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെയാണ് എബീനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് എമ ഇപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ചിട്ട് ജോണിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സെയ്ദ് ചാടി അവളെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ ഭാഗ്യത്തിന് ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ജോൺ ഉണ്ടാവുന്നുള്ളൂ. അയാളുടെ മേത്ത് ആ ഒരു ബുള്ളറ്റ് തട്ടുന്നുണ്ടായിരുന്നില്ല. സെയ്ദ് ഇപ്പൊ എമേനെ എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. സെയ്ദ് ജോണിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് നീ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒന്നൊഴിച്ച്. ആ ഒരു കണ്ടെയ്നർ അത് പ്ലെയിനിലല്ല ഉള്ളത്. അത് എവിടെയാന്നുള്ളത് നീ എപ്പോഴും എനിക്ക് കാണിച്ചു തരാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജോൺ ആണെങ്കിൽ എന്താ പറയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഴങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മൈക്കിളും ജിന്നും ഒക്കെ കൂടിയിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലേ. ആ ഒരു ബോട്ടിന്റെ പണിയൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇവര് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ കാറ്റിന്റെ ഡയറക്ഷൻ ശരിയല്ല. അതുകൊണ്ട് തന്നെ ഒരു 3 മാസം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് യാത്ര തുടങ്ങാന്ന് പറയാണ്. പക്ഷെ ബാക്കിയുള്ളവരാരും 3 മാസം ഒന്നും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അവർ പോവാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ ഒരു ടീമിന്റെ കൂടെ കേറ്റും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേറ്റ് മൈക്കിളിനോട് വന്നിട്ട് പറയാണ് നിങ്ങളുടെ കൂടെ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വരുന്നുണ്ട്. ഇത്രയും ആൾക്കാരെയൊന്നും ആ ഒരു ബോട്ട് കയറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കേറ്റ് പറയാണ് നിങ്ങളുടെ കൂടെ സോയർ വരുന്നില്ലേ, അവന് പകരമായിട്ട് ഞാൻ വന്നാലോ, അവന്റെ അടുത്ത് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇപ്പൊ മൈക്കിളിനോട് പറയാണ്. ഈ ഒരു കാര്യമൊക്കെ സോയർ പറയുന്നുണ്ട്. കേറ്റ് നിങ്ങളുടെ കൂടെ വരുന്നോണ്ടാണോ ഇപ്പൊ എന്നെ നിങ്ങൾ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സോയർ മൈക്കിളിന്റെ അടുത്ത് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോകാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മൈക്കിളാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നാൽ ഈ വെള്ളത്തിൽ എന്തോ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്കിളിനെ ഇപ്പൊ സുഖമില്ലാണ്ടാവാണ്. ഈ ഒരു വിഷയത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും സോയറിനാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സോയറിന് ഇപ്പൊ ദേഷ്യം വന്നിട്ട് അവൻ വിളിച്ചു പറയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ എന്താ വല്ല ക്രിമിനൽ ആണോ, ശരിയായിട്ടുള്ള ക്രിമിനൽ കേറ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരു പോലീസ് ഓഫീസർ മരിക്കാൻ കിടന്ന സമയത്ത് ജാക്കിനോട് എല്ലാ കാര്യങ്ങളും അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവളാണ് ശരിക്കുള്ള ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവനും കേറ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യമൊക്കെ അറിയാണ്. ഇപ്പൊ ജോണ് സെയ്ദിനെയും ജാക്കിനെയും കൂട്ടിയിട്ട് ആ ഒരു ചേംബർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. നോക്കുന്ന സമയത്ത് ഈ ഒരു ചേംബറിന്റെ ചുറ്റും നല്ല ആഴത്തിൽ തന്നെ ഇവർ ഒരുപാട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എത്ര കുഴിച്ചിട്ടും അത് തുറക്കാനും അതിന്റെ ഉള്ളിൽ എന്താന്നുള്ളതും ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചു നേരത്തിന് ശേഷം മൈക്കിളിന്റെ മോനായിട്ടുള്ള വോൾട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജോണിനോട് പറയാണ് ശരിയാണ് അന്ന് ആ ഒരു ബോട്ട് കത്തിച്ചത് ഞാനാണ്, പക്ഷെ ഇപ്പൊ എന്റെ അച്ഛന് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തില് വിഷം കലർത്തിയത് ഞാനല്ല എന്നൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ ആണെന്നുണ്ടെങ്കിൽ അവനോട് പറയാണ് അതൊരിക്കലും നീ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. ഇപ്പൊ വോൾട്ട് പറയാണ് നിങ്ങൾ ആ ഒരു ചേംബർ തുറക്കാൻ പോവാണല്ലേ, അതൊരിക്കലും തുറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരുമാതിരി രീതിയിൽ കരഞ്ഞിട്ട് അവിടുന്ന് ഓടി പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ബോട്ടിൽ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പൊ മൈക്കിളിന് അവന്റെ അസുഖമൊക്കെ മാറിയിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സോയറും ജിന്നും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് പോവാൻ നിൽക്കുന്നത്. കേറ്റിനെ ഇവർ കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അന്ന് രാത്രി മൈക്കിളിനെ കാണിക്കുകയാണ്. ഇപ്പൊ മൈക്കിളിന്റെ അടുത്തേക്ക് വോൾട്ട് വന്നിട്ട് പറയാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബോട്ടിലെ അത് കത്തിപ്പോയതല്ല, അത് കത്തിച്ച് കളഞ്ഞത് ഞാനാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഐലൻഡ് ഒന്ന് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മൈക്കിൾ അവനോട് പറയാണ് നിനക്ക് ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ കയറിയിട്ട് നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് ഇപ്പൊ മൈക്കിൾ പറയാണ്. വോൾട്ട് ഇപ്പൊ പറയാണ് അത് വേണ്ട, ഇനി എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹമില്ല, നാളെ അവരുടെ കൂടെ പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പേടിച്ചിട്ട് ഇപ്പൊ അവൻ അവിടുന്ന് പോവാന്ന് പറയുന്നത്. ഇപ്പൊ കേറ്റിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അവളിപ്പോ അവളുടെ അമ്മേനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഒരു ഡോക്ടറുമായിട്ട് കേറ്റ് പ്രണയത്തിലാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ അവൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അവളെ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് എടുത്തിട്ട് അവൾ ഒരു വിധത്തില് അവളുടെ അമ്മേനെ വന്ന് കാണുന്നുണ്ട്. ഇവളെ കണ്ട ഉടനെ അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ കിടന്ന് കരയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ കേറ്റിനെ അവിടെ പിടിച്ചു വെച്ചേക്കാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ അവളുടെ ലവറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവൾ അവിടുന്ന് പുറത്ത് കിടക്കുകയാണ്. ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് രക്ഷപ്പെടാനായിട്ട് കേറ്റും അവളുടെ ലവറും കൂടിയിട്ട് കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത്
സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ ഒരുപാട് പോലീസുകാർ വന്നിട്ട് ഇവരുടെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷൂട്ട് ഔട്ടിൽ കേറ്റിന്റെ ലവർ മരിച്ചു പോവാണ്. ഞാൻ കാരണമാണ് അവൻ മരിച്ചുപോയത്, ഞാനാണ് അവനെ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമാണ്. ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് എങ്ങനെയൊക്കെ അവൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ പ്രസന്റ് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്കിളിന് വേഷം കൊടുത്തത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ കൊറിയൻ ലേഡി ആയിട്ടുള്ള സണ്ണാണ് അങ്ങനെ ചെയ്തത്. അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജിന്ന് ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് അവിടുന്ന് പോവാൻ നിൽക്കാണല്ലോ. അപ്പോൾ അവൻ അവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളത്തിലായിരുന്നു സണ്ണ് ആ ഒരു പോയിസൺ കലർത്തിയത്. പക്ഷെ അത് മാറിയിട്ട് മൈക്കിൾ എടുത്ത് കുടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സണ്ണ് ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജാക്കിന്റെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും ആരോടും പറയുന്നില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡാനിയല ഇവര് സെറ്റിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവളെ കണ്ടപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ സെയ്ദ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവളാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഡാനിയലയുടെ വന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഡാനിയല പറയാണ്, 16 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഇവിടെ വെച്ചിട്ട് എനിക്ക് അലക്സ് എന്ന് പേരുള്ള ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവനുണ്ടായ ആ ഒരു സമയത്ത് ദൂരത്തില് ഒരു കറുത്ത പുക കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അതേഴ്സ് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂട്ടിണ്ടായിരുന്ന എല്ലാരെയും കൊന്നു കളഞ്ഞിട്ട് എനിക്കുണ്ടായ ആ ഒരു കുട്ടീനെ കൊണ്ട് ഇവിടുന്ന് പോയി. ഇപ്പോ നിങ്ങളുടെ കൂട്ടത്തിലും ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേഴ്സ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടില്ലെങ്കിൽ അതേഴ്സ് വീണ്ടും വരും, എല്ലാരും കൊന്നു കളയുന്നൊക്കെ ആ ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ ഈ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ തന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ചെങ്ങാടത്തിന്റെ പണി മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇത് ഇവരിങ്ങനെ തള്ളി വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആ ഒരു സമയത്ത് അത് മണ്ണിൽ കുടുങ്ങി പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ദൂരെയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കറുത്ത പുക ഉയരുന്നത് ഇവർ കാണുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ഡാനിയല പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാന്നുള്ളത് ഇവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോൺ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ചേംബറിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ ഡാനിയല പറയുന്നുണ്ട്, ഇത് നല്ലൊരു സ്ഥലമാണ്, പക്ഷെ ഇത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെടിമരുന്നുകളൊക്കെ ആവശ്യമാണ്. ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള വെടിമരുന്നുകൾ കിട്ടുമെന്ന് പറയാണ്. ഇപ്പൊ ഡാനിയല ജോണിനെയും ജാക്കിനെയും കേറ്റിനെയും ഹ്യൂഗോയിനെയും അങ്ങനെ കുറച്ച് പേരെ കൂട്ടിയിട്ട് ഇപ്പൊ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരുപാട് ദൂരം പോവാണ്. എന്നാൽ ഇവരെ മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു മോൺസ്റ്റർ ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പേടിച്ചിട്ട് പല ഭാഗത്തായിട്ട് പോയി ഒളിച്ചു നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ജോൺ ഹ്യൂഗോനെ വിളിച്ചിട്ട് നീ എന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അത് അടുത്തേക്ക് വരാതെ വേറെ ഏതൊരു സൈഡിലേക്ക് പോവാണ്. ജാക്ക് ഡാനിയലോട് ചോദിക്കുന്നുണ്ട്, നീ ഇതിനു മുന്നേ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ഡാനിയലിനോട് ചോദിക്കുകയാണ്. അവള് പറയാണ്, ഈ ഒരു ഐലൻഡിനെ രക്ഷിക്കുന്ന ഒരു ഡിഫെൻഡീവ് സിസ്റ്റം ആണ് അതല്ലാതെ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും ഡാനിയൽ ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ ഇവരെല്ലാരും കൂട്ടിയിട്ട് നടന്നിട്ട് ആ ഒരു ബ്ലാക്ക് റോക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ കപ്പലായിരുന്നു അത്. ഈ ഷിപ്പിനെയാണ് ഡാനിയല ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബീച്ചിലുള്ള ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചെങ്ങാടം എങ്ങനെയെങ്കിലും കടലിലേക്ക് തള്ളി എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവർ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ സണ്ണ് വന്നിട്ട് ജിന്നിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടോ, എന്തിനാണ് നീ എന്നെ ഇവിടെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോകണമെന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ സണ്ണ് ജിന്നിനോട് പറയാണ്. ജിന്നാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ടല്ല ഉദ്ദേശിച്ചത്, അതായത് ഞാൻ ഈ ഒരു ബോട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആരെങ്കിലും കൂട്ടിയിട്ട് ഇവിടേക്ക് വരാനായിട്ട് പറ്റും, അതുകൊണ്ടാണ് ഞാൻ പോകണം തീരുമാനിച്ചത് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ തീർത്തിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ബോട്ട് കടലിലേക്ക് തള്ളി എത്തിക്കുന്നുണ്ട്. മൈക്കിളിന്റെ മോനായിട്ടുള്ള വോൾട്ടും അതുപോലെ തന്നെ ജിന്നും സോയറുമാണ് ഈ ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, റേഡിയോ, അതുപോലെ തന്നെ ഫ്ലെയർ ഗണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ പോയത്. ഈ ഒരു ബ്ലാക്ക് റോക്ക് കപ്പൽ കാണിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് ഡാനിയൽ അവിടുന്ന് പോവാണ്. ഇപ്പൊ ഈ ഒരു കപ്പലിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കപ്പലിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വെടിമരുന്ന് എടുക്കാനായിട്ട് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് അസ്ഥികൂടങ്ങൾ അവിടെ കാണുന്നുണ്ട്. എല്ലാ അസ്ഥികൂടത്തിനെയും ചങ്ങലക്കിട്ട് പൂട്ടിയ പോലെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിധത്തില് ഈ ഒരു വെടിമരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ബോക്സ് പുറത്തു കൊണ്ടിരുന്നുണ്ട്. ഓരോരുത്തരും 3 ഡൈനാമൈറ്റുകൾ വീതം എടുത്തിട്ട് മെല്ലെ അവിടുന്ന് പോരുകയാണ്. ഇപ്പൊ നമ്മൾ ബീച്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീം ഇങ്ങോട്ടേക്ക് വരുന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഒളിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാരും കൂടിയിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ക്ലെയറും ചാർലിയും മാത്രം അവിടെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡാനിയല അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചാർലിനോട് പറയാണ്, എനിക്ക് സെയ്ദിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാണ്ട്, നീ അവനെ പോയിട്ട് കൂട്ടിയിട്ട് വന്ന് പറയുന്നുണ്ട്. ചാർലി ആണെന്നുണ്ടെങ്കിൽ അവനെ കൂട്ടാനായിട്ട് പോയ ആ ഒരു സമയത്ത് ഡാനിയല ക്ലെയറിനെ അടിച്ചിട്ട് ആ ഒരു കുട്ടീനെ കൊണ്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ചാർലി സെയ്തും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. വന്ന് നോക്കുന്ന സമയത്ത് ക്ലെയർ നിലത്ത് കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ചാർലിയും സെയ്തും കൂടിയിട്ട് അവരെ തെരഞ്ഞിറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ ജാക്കും കേറ്റും കൂടിയിട്ട് ആ ഒരു ഡൈനാമിറ്റുമായിട്ട് വരുമായിരുന്നു. ഇതിനിടയിൽ കാട്ടിന്റെ ഉള്ളില് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പുക മാതിരി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ പോകുന്നത് ഇവർ കാണുന്നുണ്ട്. ഇതിപ്പോ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം കുത്തിമറിച്ച് താഴേക്ക് ഇടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള ആ ഒരു മോൺസ്റ്റർ ഇത് തന്നെയായിരിക്കും. അതിനെ സ്മോക്ക് മോൺസ്റ്റർ എന്നാണ് പറയാ. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ജോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മോക്ക് മോൺസ്റ്ററിന്റെ പുറകെ തന്നെ പോയി നോക്കുകയാണ്. ഇതിനു മുന്നേ ആ ഒരു സ്മോക്ക് മോൺസ്റ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മോൺസ്റ്റർ ഇവനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ജോൺ അതിന്റെ
അതിന്റെ പുറകെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ജോണിനെ അത് അറ്റാക്ക് ചെയ്യാണ്. ജോണിനെ തൂക്കിയെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ആക്കാണ്. എന്തോ ഭാഗ്യത്തിന് ജാക്ക് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഇപ്പൊ ജോൺ പറയാണ് എന്തോ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അതുകൊണ്ട് നീ എന്നെ വിടാനായിട്ട് പറയുന്നുണ്ട്. ജാക്കാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡൈനാമിറ്റ് എടുത്തിട്ട് ഈ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. അപ്പൊ അത് പൊട്ടിച്ചെതറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോണിനെ അത് റിലീസ് ചെയ്യാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്തോ കാരണം കൊണ്ടാണ് നടക്കുന്നതെന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്ക് ഇപ്പൊ ജോണിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോൺ പറയാണ് നമ്മുടെ ഫ്ലൈറ്റ് ക്രാഷ് ആയതും നമ്മളിവിടെ എത്തിയതും എല്ലാം തന്നെ ഈ ഒരു ദീപ തീരുമാനിച്ചതാണ്. അങ്ങനെ ജോൺ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാക്കാണെന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ പറയാണ് ആ ഒരു ചേംബർ തുറന്നു നോക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ ജാക്കിനെ കൂട്ടിയിട്ട് ഈ ഒരു ചേംബർ ലക്ഷ്യമാക്കി നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ബോട്ടിൽ പോയ ആൾക്കാരെ കാണിക്കുകയാണ്. ഇവരുടെ തൊട്ടടുത്തായിട്ട് ഏതോ ഒരു ഷിപ്പ് ഉണ്ട് എന്നുള്ളത് ഇവർക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഫ്ലെയർ ഗണ്ണ് ഇപ്പൊ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ഇപ്പോ ഇവരുടെ അടുത്തേക്ക് ഒരു ഷിപ്പ് വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു ഷിപ്പിൽ വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ചെറിയ പയ്യനെ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അപകടം മനസ്സിലാക്കിയിട്ട് സോയർ അവന്റെ ഗണ്ണെടുത്തിട്ട് ഇപ്പൊ അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സോയറിനെ ഒരാൾ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. സോയറിനെ വെടികൊണ്ടിട്ട് അവൻ വെള്ളത്തിലേക്ക് വീണ് കണ്ടു കഴിഞ്ഞപ്പോ ജിന്നാണെന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ വന്നിട്ട് മൈകളിനെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ട് വോൾട്ടിനെയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ നമ്മളെ സെയ്ദിനെയും ചാർലിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാനിയലിനെ തെരഞ്ഞിട്ട് ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോയതാണ്. അങ്ങനെ ഒരു വിധത്തില് ഇവർ ഡാനിയലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതേഴ്സ് ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി അവർക്ക് കൊടുത്തിട്ട് എന്റെ കുട്ടീനെ തിരിച്ചു വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. സെയ്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെല്ലെ അങ്ങോട്ടേക്ക് വന്നിട്ട് ക്ലെയറിന്റെ കുട്ടീനെ എങ്ങനെയൊക്കെയോ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കുട്ടിയായിട്ട് ഇപ്പൊ ഇവര് ബീച്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരാണ്. ഇപ്പൊ ഈ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ജോണിനെയും ജാക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ബോംബുമായിട്ട് ചേംബറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ അതിനകത്ത് ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് തുറക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ഹ്യൂഗോ ശപിക്കപ്പെട്ടിട്ടുള്ള നമ്പറാന്ന് അവൻ കരുതുന്ന ആ ഒരു നമ്പർ അതിന്റെ മുകളിൽ കാണുന്നത്. ഇപ്പൊ ഹ്യൂഗോ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യണ്ട, തുറക്കണ്ടെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ആ ഒരു സമയപ്പോഴത്തേക്കും ഇവര് ബോംബിട്ടിട്ട് ആ ഒരു ചേംബർ തുറന്നിട്ടുണ്ടായിരുന്നു. ജോണും ജാക്കും കൂട്ടിയിട്ട് ഇപ്പൊ വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ചേംബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു വലിയ കോണി താഴേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് ഒന്നാമത്തെ സീസൺ ഇവിടെ കഴിയാണ്. ഈ ഒരു ഫസ്റ്റ് സീസൺ വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു സീരീസിനെ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടേക്കാണ് നല്ല വെടിക്കെട്ട് സ്റ്റോറീസ് വരുന്നത്. ടൈം ട്രാവല്, മൾട്ടിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു സ്റ്റോറിയിൽ വരാനായിട്ട് പോകുന്നത്. ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ടും കൂടി എനിക്ക് വേണം. അപ്പോൾ ഒരുപാട് ലൈക്കും കമന്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ ഞാൻ അടുത്ത സീസൺ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത സീസണിൽ കാണുന്നത് വരെ ബൈ ബൈ.